എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജേണിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ചില വിവിധ തരത്തിലുള്ള ചാനലുകളുണ്ട്. അത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ എത്തിക്കുന്നതിന് ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ബഡ്ജറ്റ് എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നവർ പ്രധാനമായും തുടങ്ങേണ്ട ചില ഡിജിറ്റൽ ചാനലുകൾ ഏതൊക്കെ എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടുള്ള ചില ചാനലുകളെ കുറിച്ച് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം. അതേപോലെ തന്നെ ഓരോ ചാനലുകളും എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെയാ നമ്മൾ ആ ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരംഭിക്കാൻ പ്രധാനമായിട്ടും തുടങ്ങേണ്ട ചില ഡിജിറ്റൽ ചാനലുകൾ ഏത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ചാനലുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി കൂടുതൽ ആവശ്യക്കാരായ ആളുകളിലേക്ക് നമ്മുടെ പോസ്റ്റുകൾ എത്തിക്കാനും സാധ്യതയുള്ള ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാനും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി കഴിയും. അതിന് നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് വരുന്നില്ല. നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പെയ്ഡ് ആഡ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചാനലുകളിലേക്ക് ഫോളോവേഴ്സിൻ്റെ, സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം കൗണ്ടിങ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ടോപ്പിക്കാണോ അതിൽ ഫോളോ ചെയ്യുന്നത്, ആ ഒരു ടോപ്പിക്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയ്ഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഗാനിക്കായിട്ട് നമുക്ക് അതിൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO. SEO എന്ന് പറയുന്നത് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെർച്ച് റിസൾട്ട് കൂട്ടുന്നതിനായിട്ട് ഓർഗാനിക്കായി വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. ആ ഒരു രീതിയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്, SEO. ഇങ്ങനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ ക്രോമിലായാലും ഏതൊരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോഴും സെർച്ച് റിസൾട്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മുന്നിൽ നിൽക്കുന്നതായി കാണാൻ കഴിയും. സെർച്ച് റിസൾട്ടിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ഈ സ്ക്രീനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന എന്ത് ടോപ്പിക്കായാലും ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് നമ്മുടെ സെർച്ച് റിസൾട്ടിൽ ഹൈയിൽ നിൽക്കുന്ന ആരാണോ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ വെബ്സൈറ്റ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രോസസ്സ് വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല, ടൈം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണിത്. മിനിമം ഒരു 3 to 6 months ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലും നമ്മുടെ വെബ്സൈറ്റ് റാങ്കിങ് ഹൈയിലായി കഴിഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, വേഗത്തിൽ ഡൗൺ ആവില്ല. അതാണ് നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആയി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പേപ്പർ ക്ലിക്ക് ആഡ്സ്, PPC എന്ന് പറയും. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ കാണാം ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്. ഗൂഗിളിൽ നമ്മൾ പരസ്യം ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ നമ്മൾ പരസ്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ആവശ്യക്കാരായ ആളുകളെ ടാർഗറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ആഡ്സുകൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം കൊടുക്കാനും എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തു എന്ന് ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ അറിയാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ ഗൂഗിൾ ആഡ്സിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സിലും നമ്മൾ ഓരോ പരസ്യം ചെയ്യുന്നതും നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നമ്മുടെ പരസ്യങ്ങൾ എത്തിക്കുവാനും അതേപോലെ തന്നെ അതിൽ എത്ര പേര് നമ്മുടെ ആഡ്സിൽ ക്ലിക്ക് ചെയ്തു അതേപോലെ തന്നെ ഇംപ്രസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഗൂഗിൾ ആഡ്സിനെ കുറിച്ചും ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ കാണാൻ മറക്കണ്ട. അപ്പം അടുത്തതായിട്ട് വരുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുക, വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സ് എന്നിവ പോലുള്ള ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്താൽ ആളുകളെ നമ്മുടെ ചാനലുകളിലേക്ക് എത്തിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ആവശ്യക്കാരുമായി നിരന്തരം നമുക്ക് ബന്ധപ്പെടാനും അവരെ നമ്മളിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. നമുക്കിത് മറ്റുള്ളവരിലേക്ക് ഒരു വിശ്വസ്തത ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരസ്യങ്ങൾ എത്തിക്കുവാനും നമുക്ക് കഴിയും. അടുത്തത് വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ്. നമ്മളൊരു ഇമെയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത പോസ്റ്റുകളോ മെസ്സേജുകളോ എന്തുമായിക്കൊള്ളട്ടെ അത് ടാർഗറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് അയക്കുകയും ഉപഭോക്താക്കളുമായുള്ള ബന്ധം വളർത്തിയെടുക്കാനും സെയിൽസ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അടുത്തത് വരുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നിങ്ങളുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയെ സ്വാധീനിക്കുന്നവരുമായി സഹകരിച്ചുകൊണ്ട് പുതിയ ആൾക്കാരിലേക്ക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്താണോ ആവശ്യക്കാരിലേക്ക് എത്തിക്കേണ്ടത് അത് എത്തിക്കാനും അവരിൽ കൂടുതൽ വിശ്വസ്തത വളർത്തിയെടുക്കാനും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി നിങ്ങളെ സഹായിക്കും. എന്ന് വെച്ചാൽ നല്ല റീച്ചുള്ള നമ്മുടെ ആളുകളിൽ നല്ല പോപ്പുലാരിറ്റിയുള്ള നല്ല റീച്ചുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കാരണം അവർ ചെയ്യുന്ന എഫേർട്ടിനും അവരുടെ ചാനലിൽ നമ്മുടെ ഒരു പോസ്റ്റ് ഇടുന്നതിന് നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അവരുമായിട്ട് നമുക്ക് ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓരോ ചാനലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള നമ്മളിപ്പം കുറേയധികം ചാനലുകൾ ഏതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് ചാനലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO, PPC പേപ്പർ ക്ലിക്ക് ആഡ്സ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഓരോരോ ചാനലുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകളും സ്ട്രാറ്റജിയുമാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അതിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ചാനലുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിനുശേഷം ഓരോ ചാനലിനും അതിനനുയോജ്യമായ ഒരു പ്ലാൻ വികസിപ്പിച്ച് അത് അപ്ലൈ ചെയ്യുക. അല്ലാതെ വെറുതെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പോസ്റ്റുകളൊന്നും കൊണ്ടിടാതെ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ മാത്രം അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിവിധ തരത്തിലുള്ള ഡിജിറ്റൽ ചാനലുകൾ. അതുകൊണ്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രം എന്നിങ്ങനെയുള്ള ചുരുക്കം ചില പ്രധാനപ്പെട്ട ഡിജിറ്റൽ ചാനലുകളുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോന്നും 1 by 1 ആയി ഓരോ ചാനലുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.